ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 4-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഓണവിശേഷം. ഇവിടെ കുറച്ച് കുട്ടികൾ പൂക്കൾ പറിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പൂക്കളുണ്ട്, നല്ല രസമുള്ളൊരു പൂക്കളാണ്. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? അത്തം പത്തിന് പൊന്നോണം പൂക്കളം ഒരുക്കണം. ഇവിടെ ഒരച്ഛനും അമ്മയും 2 കുട്ടികളും ഉണ്ട് അല്ലേ. അവരെന്താ സംസാരിക്കുന്നത്? അച്ഛൻ പറയാണ്, ഇത്തവണ ഓണം മുത്തശ്ശിയോടൊപ്പം ആയാലോ എന്ന്. അപ്പോൾ അമ്മ പറയും, കൊള്ളാം. അപ്പോൾ മകൻ പറയാണ്, ഹായ്, നല്ല രസമായിരിക്കും. അങ്ങനെ അവർ മുത്തശ്ശിയുടെ അടുത്തെത്തി. മുത്തശ്ശി എന്ന് പറഞ്ഞ് കുട്ടികൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുകയാണ് അല്ലേ. അപ്പോൾ മക്കൾ വന്നല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ സ്വീകരിക്കുകയാണ്. 1-ാമത്തെ പ്രവർത്തനമാണ് പൂക്കളിടാം. പൂക്കളമിടാൻ നീരവും നിയയും അമ്മൂമ്മയും പൂക്കൾ കൊണ്ടുവന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന പൂക്കൾ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണി എഴുതുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നീരവിന് അരളിപ്പൂവ് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. റോസ് 3 എണ്ണം, മുല്ല 10 എണ്ണം, ജമന്തി 2 എണ്ണം. ഇനി നീയക്കോ? അരളി 10 എണ്ണം, റോസ് 1, വാടാമല്ലി 6 എണ്ണം. അതുപോലെ തന്നെ മുത്തശ്ശിക്ക് മുല്ല 10 എണ്ണം, വാടാമല്ലി 3, ജമന്തി 2. പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരെന്താ ചെയ്തത്? ഓരോ ഇനം പൂക്കളും അവർ പ്രത്യേകം കൂടയിലാക്കി. ഓരോന്നും എത്രയാണ്? റോസ് നീരവ് കൊണ്ടുവന്നത് 3, നിയ കൊണ്ടുവന്നത് 1. അങ്ങനെയെങ്കിൽ 3ഉം 1ഉം എത്രയാണ്? 4 ആണല്ലേ. 3 + 1 4. പിന്നെ ജമന്തി നീരവ് കൊണ്ടുവന്നത് എത്രയാ? 2. മുത്തശ്ശി കൊണ്ടുവന്നതും 2. അങ്ങനെയെങ്കിൽ 2ഉം 2ഉം എത്രയാണ്? 4 തന്നെ അല്ലേ. ആകെ 2 കൂട്ടണം 2 4. അടുത്തത് മുല്ലയാണല്ലേ. നീരവ് കൊണ്ടുവന്നത് 10, മുത്തശ്ശി കൊണ്ടുവന്നത് 10 തന്നെ. അപ്പോൾ 10ഉം 10ഉം എത്രയാ മക്കളെ? 20 ആണ്. 10 കൂട്ടണം 10 20. അങ്ങനെയെങ്കിൽ എത്ര മുല്ലുണ്ട്? 20 മുല്ലയാണ് ഉള്ളത്. അടുത്തത് അരളിയാണ്. അരളി നീരവ് കൊണ്ടുവന്നത് 10, നിയ കൊണ്ടുവന്നത് 4. അങ്ങനെയെങ്കിൽ 10ഉം 4ഉം 14. ആകെ 10 കൂട്ടണം 4 14 തന്നെ. അപ്പോൾ 2 പേരുടെ പൂക്കളും ചേർന്നാൽ 14. അടുത്തത് വാടാമല്ലിയാണ്. നിയ കൊണ്ടുവന്നത് 6, പിന്നെയോ മുത്തശ്ശി കൊണ്ടുവന്നത് 3. 6ഉം 3ഉം 9. ആകെ 6 കൂട്ടണം 3 9 തന്നെ. ഇനി അടുത്തത് എന്താണ്? അച്ഛനും കുറേ പൂക്കൾ വാങ്ങി വന്നു. അവർ പൂക്കളമിടാൻ കളം വരച്ചു. അപ്പോൾ ഇവിടെ ഒരു പൂക്കളം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മക്കൾ നിറം കൊടുക്കണം കേട്ടോ. പൂക്കളത്തിൽ എത്ര വട്ടമുണ്ട്? എണ്ണി നോക്കിക്കേ. 17 വട്ടങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒരു കുഞ്ഞു വട്ടം, അതിൻ്റെ ചുറ്റും ഒരു വലിയ വട്ടം, പിന്നെ ബാക്കിയുള്ള വട്ടങ്ങളും കൂടെ മക്കൾ ടിക്കിട്ട് എണ്ണി നോക്കണേ. അങ്ങനെ 17 വട്ടങ്ങളുണ്ട്. അപ്പോൾ അതവിടെ എഴുതാം. അടുത്തത് മാല കോർക്കാം. ബാക്കി വന്ന പൂക്കൾ കൊണ്ട് അവർ മാല കോർത്തു. മാലയിൽ എത്ര ജമന്തിയുണ്ട്? മഞ്ഞ നിറമുള്ളതാണ് കേട്ടോ ജമന്തി. എത്ര എണ്ണം ഉള്ളത്? 4 എണ്ണം ഉണ്ട്. എത്ര റോസ് ഉണ്ട്? 3 എണ്ണം. എത്ര വാടാമല്ലി? 2 എണ്ണം അല്ലേ. മാലയുടെ ഒരു വശത്തുള്ള ക്രമം നോക്കി പൂക്കൾ വരയ്ക്കൂ, നിറം കൊടുക്കൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വശത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ മറുവശത്തും മക്കൾ വരച്ചു കൊടുക്കുക കേട്ടോ. ചിത്രത്തിലെ പൂക്കളുടെ എണ്ണവും നിങ്ങൾ വരച്ചു ചേർത്തതും ഒരേ എണ്ണമാണോ? ആയിരിക്കും അല്ലേ. അപ്പോൾ ആകെ എത്ര പൂക്കളായി? ഇപ്പോൾ 1 2 3 4 5 6 7 8 9 പൂക്കളാണ് ഇപ്പം മാലയിലുള്ളത്. അപ്പം നിങ്ങൾ അതുപോലെ 9 പൂക്കളും കൂടെ വരയ്ക്കുമ്പോൾ എത്ര പൂക്കളായി? 18 പൂക്കളായി കേട്ടോ. അടുത്തത് നീരവും കൂട്ടുകാരും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ചേലുള്ള പൂക്കളം നാം ഒരുക്കി, മാവേലി മന്നനെ കാത്തിരുന്നു. തുമ്പപ്പൂ മന്ദാരം മുക്കുറ്റിയും, കാക്കപ്പൂ ചെത്തി ജമന്തിപ്പൂവും, അരളിപ്പൂവും നല്ല മല്ലികയും, കണ്ണാന്തളിപ്പൂവും ചെമ്പരത്തിയും, മുറ്റത്തു വട്ടത്തിൽ ചേർത്തു വച്ച് നല്ലൊരു പൂക്കളം നാം ഒരുക്കി. 10 ഇനം പൂക്കളാൽ പൂക്കളം തീർത്തു നാം മാവേലി മന്നനെ കാത്തിരുന്നു. അടുത്തത് വളയിട്ട കൈകൾ. അമ്മൂമ്മ നിയയ്ക്ക് വാങ്ങി വെച്ചത് എന്താണെന്നോ? എന്താണ്? വളകളാണല്ലേ. നിയയ്ക്ക് സന്തോഷമായി. അവൾ വളകൾ എണ്ണി.
ആകെ എത്ര വളകൾ? ഒരു കയ്യിൽ 6 മറ്റേ കയ്യിലും 6. അപ്പോൾ എത്ര വളകളാണ്? 6ഉം 6ഉം 12. ഇനി വളകൾ പല രീതിയിലിടാലോ. ഓരോ ദിവസം ഓരോ രീതിയിൽ വളകൾ കയ്യിലിട്ട് അങ്ങനെയെങ്കിൽ ഓരോ കയ്യിലെയും എണ്ണം എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഈ 12 നമുക്ക് ഓരോ കയ്യിലും പല വിധത്തിലിടാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ വിധത്തിൽ 12 ആക്കാം? മക്കൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. 12 ആക്കുന്ന രീതിയിൽ മക്കൾക്ക് നോക്കാം. 9ഉം 3ഉം ഒന്നാം ദിവസം ആക്കിയിട്ടുണ്ട്. രണ്ടാം ദിവസം 8ഉം 4ഉം, മൂന്നാം ദിവസം 7ഉം 5ഉം, നാലാം ദിവസം 11ഉം 1ഉം, അഞ്ചാം ദിവസം 10ഉം 2ഉം. എങ്ങനെയായാലും 12 ആയാൽ മതി കേട്ടോ. സദ്യ ഉണ്ണാൻ റയാനും എത്തി. ഗ്ലാസ് എണ്ണിയെടുക്കാൻ അവനും സഹായിച്ചു. ഞാൻ 5 എണ്ണി, അപ്പുറത്ത് ഒന്നുകൂടി ഉണ്ട്. അപ്പം 5ഉം 1ഉം എത്രയാ മക്കളെ? 6 അല്ലേ? 5 കൂട്ടണം 1 6ആണ്. അപ്പം നീരവെടുത്തത് എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 8 എണ്ണം നീരവെടുത്തിട്ടുണ്ട്. നീയ എടുത്തതോ? 1 2 3 4 5 6 7 എണ്ണം. അപ്പം 8 കൂട്ടണം 7 എത്രയാ? 15. ഇനി നീരവ് 3 ഗ്ലാസ് നീയക്ക് കൊടുത്തു. ഇപ്പോൾ നീരവിൻ്റെ കയ്യിലുള്ള ഗ്ലാസ് എത്ര എണ്ണമാണ്? നീരവിൻ്റെ കയ്യിൽ 8 ഗ്ലാസ് ആയിരുന്നു അല്ലേ ഉള്ളത്. അപ്പോൾ അത് നീയക്ക് 3 എണ്ണം കൊടുത്താൽ 8ൽ നിന്നും 3 പോക്കി നോക്കിക്കുക. അത് 8 പോയി, പിന്നെ 7 പോയി, പിന്നെ 6 പോയി. ബാക്കി എത്രയാണ്? 5 ആണ് അല്ലേ ഉള്ളത്. അങ്ങനെയെങ്കിൽ നിയയുടെ കയ്യിൽ എത്ര ഗ്ലാസ് ആയി? ആദ്യം 7 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഇതിലേക്ക് എണ്ണണം. എങ്ങനെയാ? 7 അവിടെ മനസ്സിൽ വെക്കുക. 8 9 10. അങ്ങനെ 3 എണ്ണ. അപ്പോൾ എത്രയാണ്? 10 ഗ്ലാസ് നിയക്ക് കിട്ടി. വീണ്ടും അവർ ഗ്ലാസുകൾ കൈമാറി. ഓരോരുത്തരുടെയും കയ്യിൽ എത്ര ഗ്ലാസ് ഉണ്ടാവാം? അപ്പോൾ അവിടെ നിങ്ങൾ കണക്കാക്കിയതും നിങ്ങളുടെ ചങ്ങാതി കണക്കാക്കിയതും അങ്ങനെ 2 രീതിയിൽ എഴുതണം. അപ്പോൾ മക്കൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയായാലും 2 നമ്പേഴ്സ് കൂട്ടുമ്പം എത്ര കിട്ടണം? 15. രണ്ടാളുടെയും കയ്യിൽ മൊത്തം 15 ഗ്ലാസ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് എക്സ്ചേഞ്ച് ചെയ്താലും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാലും എന്താണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ വരാം? ഒരാളുടെ കയ്യിൽ 9 ആണെങ്കിൽ മറ്റേ ആളുടെ കയ്യിൽ 6 ആയിരിക്കും. അപ്പോൾ 15 ഗ്ലാസ് ആയി. ഇനി ഒരാളുടെ കയ്യിൽ 11 ഗ്ലാസ് ആണെങ്കിൽ മറ്റേ ആളുടെ കയ്യിൽ 4 എണ്ണം ആയിരിക്കും. ആ രീതിയിൽ മക്കൾക്ക് ഏത് നമ്പർ വെച്ചിട്ടും 15 കിട്ടുന്ന രീതിയിൽ എഴുതാട്ടോ. അടുത്തത് സദ്യയുടെ ഒരുക്കങ്ങൾ. സദ്യയ്ക്ക് ബന്ധുക്കളും അയൽക്കാരും എത്തി. അപ്പോൾ ഇലകൾ എടുത്താലോ നമ്മ ചോദിക്കുകയാണ് അല്ലേ. നീ എടുത്ത ഇലകൾ എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. ഒന്നാമത്തതിൽ 5 എണ്ണവും രണ്ടാമത്തതിൽ 4 എണ്ണവും. നീരവെടുത്ത ഇലകളോ? ഒന്നാമത്തതിൽ 5 എണ്ണവും രണ്ടാമത്തതിൽ 3 എണ്ണവും. അപ്പോൾ എത്രയാ? 8 എണ്ണമാണ് അല്ലേ. അപ്പോൾ 9ഉം 8ഉം കൂട്ടിയാൽ എത്ര മക്കളെ? 17. ഇനി അടുത്തത് ഓണസദ്യ. എല്ലാവരും സദ്യ കഴിക്കാനിരുന്നു. കുട്ടികൾ എത്രയാണ്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 അല്ലേ? 7 കുട്ടികളുണ്ട്. അപ്പോൾ മുതിർന്നവരോ? 1 2 3 4 5 6 7 8 9 അല്ലേ? 7 കുട്ടികളും 9 മുതിർന്നവരും ഉണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടികളും മുതിർന്നവരും കൂടി എത്ര പേരുണ്ട്? കുട്ടികൾ 7, അതുപോലെ അതിനോട് 9 മുതിർന്നവരെ കൂടി കൂട്ടുമ്പോൾ 16 ആളുകൾ സദ്യ കഴിക്കാനുണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ സദ്യക്ക് ഉപയോഗിച്ച ഇലകൾ എത്ര എണ്ണമായിരിക്കും? 16 ആളുകളുണ്ടെങ്കിൽ 16 ഇലകളായിരിക്കും അല്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുക. നീരവും നിയയും എടുത്ത ആകെ ഇല എത്രയായിരുന്നു മക്കളെ? 15 ആണല്ലേ. കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടു 15 ആണ്. അപ്പോൾ ഇല കൂടുതലാണോ കുറവാണോ? 15നേക്കാട്ടിലും കൂടുതലാണോ ഇല അല്ലെങ്കിൽ കുറവാണോ? കൂടുതലാണ് അല്ലേ. എത്ര കൂടുതലാണ്? 15നേക്കാളും 1 കൂടുതലാണ് ഇല. അതായത് 15നോട് 1 കൂട്ടിയാലാണ് 16 കിട്ടുന്നത്. മനസ്സിലായോ? ഇനി വഴിയിലെ കാഴ്ചകൾ. സദ്യ കഴിഞ്ഞ് എല്ലാവരും പാർക്കിലേക്ക് പുറപ്പെട്ടു. പുതിയ സൈക്കിൾ ബസ്സിൽ നിന്ന് നോക്കിയിട്ട് പറയാണല്ലേ. അപ്പോൾ താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? സൈക്കിൾ ഞങ്ങൾ 2 എണ്ണം,
ചക്രങ്ങൾ എത്ര പറയാമോ? അല്ലേ, ഒരു സൈക്കിളിൽ 2 ചക്രങ്ങളാണ്. അപ്പോൾ 2ഉം 2ഉം 4. 2 + 2, 2 കൂട്ടണം 2, 4. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2ഉം 2ഉം 4ആണ്. 2ൻ്റെ ഇരട്ടിയാണ് 4 അല്ലേ, 2ൻ്റെ ഡബിളാണ് 4. പിന്നെയോ 4ൻ്റെ പകുതിയാണ് 2. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാലോ. അടുത്തത്, ഓട്ടോ ഞങ്ങൾ 2 എണ്ണം, ചക്രങ്ങൾ എത്ര പറയാമോ? അപ്പോൾ ഒരു ഓട്ടോക്ക് എത്ര ചക്രങ്ങൾ ഉണ്ടാവും? 3 അല്ലേ. അപ്പോൾ 3 കൂട്ടണം 3 എത്രയാണ്? 6. അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? 3ഉം 3ഉം 6ആണ്. 3ൻ്റെ ഇരട്ടിയാണ് 6 അല്ലേ. 3 2 പ്രാവശ്യം കൂട്ടുന്നതാണ് 6. 6ൻ്റെ പകുതിയാണ് 3. ഇനി കാറുകളാണെങ്കിലോ, കാറുകൾ ഞങ്ങൾ 2 എണ്ണം, ചക്രങ്ങൾ എത്ര പറയാമോ? കാറുകൾക്ക് എത്ര ചക്രങ്ങളുണ്ട്? 4 എണ്ണം. അപ്പം 4 കൂട്ടണം 4 എത്രയാ? 8ആണ്. 4ഉം 4ഉം 8ആണ്. 4ൻ്റെ ഇരട്ടി 8ആണ്. 8ൻ്റെ പകുതി 4ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാലോ. അടുത്തത്, നിയയുടെ പാട്ട്. പൂവിലിരിക്കും വണ്ട് മുരണ്ടു, 1ഉം 1ഉം 2ആണ്. ഉണ്ടക്കണ്ണൻ ഞണ്ടു പറഞ്ഞു, 2ഉം 2ഉം 4അല്ലോ. പൊത്തിലിരിക്കും മൂങ്ങകൾ മൂളി, 3ഉം 3ഉം 6എന്ന്. ഓലേഞ്ഞാലി കിളികൾ പാടി, 4ഉം 4ഉം 8ആണ്. പഞ്ചവർണ്ണത്തത്ത കൊഞ്ചി, 5ഉം 5ഉം 10എന്ന്. അപ്പം നല്ലൊരു പാട്ടല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള കളം പൂർത്തിയാക്കാം. ചിത്രത്തിൻ്റെ എണ്ണം എത്രയാണ്? 2ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 4. അപ്പോൾ അടുത്തത്, കുട എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ 3ൻ്റെ ഇരട്ടി എത്ര? ഇരട്ടി പറഞ്ഞാൽ 2 3. 3നോട് അതേ സെയിം നമ്പർ ഒന്നും കൂടെ കൂട്ടുന്നത്. അപ്പോൾ 3ഉം 3ഉം എത്രയാ? 6. പിന്നെ കാർ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പം 4ൻ്റെ ഇരട്ടി എത്ര? 4നോട് 4 കൂട്ടിയാൽ 8. ബോൾ എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്. 5നോട് 5 കൂട്ടിയാൽ 10. പിന്നെയോ സംഖ്യ 6ആണ് തന്നിട്ടുള്ളത്. 6നോട് 6 കൂട്ടിയാൽ അല്ല അതിൻ്റെ ഇരട്ടി. അപ്പോൾ 12. അടുത്തത്, ഇരട്ടി തന്നിട്ടുണ്ട്. എത്രയാ? 14ആണ്. അപ്പോൾ 14ൻ്റെ പകുതി എത്രയാ? ഏതും ഏതും കൂട്ടിയാലാണ് 14 കിട്ടുക? 7 അല്ലേ. 7ഉം 7ഉം കൂട്ടിയാൽ 14ആണ്. അപ്പോൾ 7ൻ്റെ ഇരട്ടിയാണ് 14. ഇനി 8ൻ്റെ ഇരട്ടി എത്രയാ? 16. 9ൻ്റെ ഇരട്ടി 18. പിന്നെ 20ൻ്റെ പകുതി എത്രയാ? ഏതിൻ്റെ ഇരട്ടിയാണ് 20? 10ൻ്റെ അല്ലേ. 10ഉം 10ഉം അല്ലേ 20. അപ്പോൾ ഇതുപോലെ കളങ്ങൾ മക്കൾ പൂർത്തിയാക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണേ. അടുത്തത് എന്താണ്? കിളികളെയും കണ്ടു. വഴിയരികിൽ കിളികളെയും കണ്ടു. എത്ര കിളികളാണ് മരക്കൊമ്പിലുള്ളത്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 8 കിളികളാണ് അല്ലേ. ഇനി എത്ര കിളികളാണ് താഴെയുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ. 12 കിളികൾ താഴെയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഒന്ന് എണ്ണി നോക്കാം. 8ഉം 12ഉം എത്രയാ? 20. കൊമ്പിലാണോ താഴെയാണോ കൂടുതൽ കിളികളുള്ളത്? താഴെയാണ് അല്ലേ. എത്ര കൂടുതൽ? നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? കൂടുതലുള്ള നമ്പറിൽ നിന്നും കുറവുള്ള നമ്പർ കുറയ്ക്കുക. അപ്പം 12ൽ നിന്നും 8 കുറച്ചാൽ എത്രയാണ്? 12ൽ നിന്നും 8 കുറച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ 12ൻ്റെ ബേക്കോട്ട് 8 കുറയ്ക്കുക. അതല്ലെങ്കിൽ 8 മനസ്സിൽ വെച്ച് 12ലേക്കൊന്ന് എണ്ണി നോക്കിക്കേ. വിരൽ വെച്ച് എണ്ണിയാൽ മതി. അപ്പോൾ എത്ര വിരൽ എണ്ണുന്നുണ്ട് നോക്കുക. 9. ഒന്നാമത്തെ വിരൽ മടക്കിയോ? 10 11 12. എത്ര എണ്ണുണ്ട്? 4ആണ് അല്ലേ. ഉത്തരം വരുന്നത് 4ആണ്. 2 സ്ഥലത്തുള്ള കിളികളും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ്? വഴിയരികിൽ എന്താണ് കണ്ടത്? താറാവുകളെ കണ്ട്. കരയിൽ എത്ര താറാവുകൾ? വെള്ളത്തിൽ എത്രയാണ്? എണ്ണി നോക്കിയിട്ട് എഴുതിക്കേ. മക്കൾക്ക് കരയിൽ 11ഉം വെള്ളത്തിൽ 9ഉം ആണോ കിട്ടിയിട്ടുള്ളത്?
അങ്ങനെയെങ്കിൽ കരയിലാണോ വെള്ളത്തിലാണോ കൂടുതലുള്ളത്? കരയിലാണല്ലേ. എത്ര കൂടുതൽ? എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക അല്ലേ. 11ൽ നിന്നും 9 കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 9 അവിടെ മനസ്സിലവിടെ വെക്കുക. 9 കഴിഞ്ഞ് മുന്നോട്ട് എണ്ണിക്കുക. 11 വരെ എത്ര എണ്ണം എണ്ണുന്നുണ്ട് നോക്കുക. 10, 11 രണ്ടെണ്ണമാണ് എണ്ണീട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്ര കൂടുതലാണ്? 2 എണ്ണം കൂടുതലാണ്. ഇനി കരയിൽ നിന്ന് 3 താറാവ് വെള്ളത്തിലിറങ്ങി. അപ്പോൾ 11 എണ്ണമാണ് കരയിലുള്ളത്. അപ്പോൾ 3 താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലെ 2 താറാവ് കരയിലേക്ക് കയറി. അപ്പോൾ മൊത്തം എത്ര താറാവാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? 3 എണ്ണം ഇറങ്ങിയതിന് 2 എണ്ണം അങ്ങോട്ട് കയറിക്കുന്നില്ലേ. അപ്പോൾ ആകെ എത്ര എണ്ണമാണ് മാറ്റം ഉണ്ടാവുക? 1 ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 9ലേക്ക് 1 കൂടെ കൂടിയപ്പോൾ 10 എണ്ണം ഉണ്ട്. കരയിലോ? കരയിൽ 11ൽ നിന്നും 1 പോയപ്പോൾ 10 തന്നെ. ഇനി ക്ലബിലെ ഓണാഘോഷമാണ്. എല്ലാവരും ക്ലബിൽ ഓണാഘോഷത്തിന് പോയി. കസേര കളി തുടങ്ങുകയാണ്. 13 കുട്ടികളാണ് മത്സരിക്കുന്നത്. 11 കസേരയും ഉണ്ട്. ഓരോ തവണ പാട്ട് നിർത്തുമ്പോഴും കസേര കിട്ടാത്ത 2 പേർ പുറത്താകും. ആദ്യ തവണ പാട്ട് നിർത്തി 2 പേർ പുറത്തായി. കുട്ടികൾ എത്രയാണ് ബാക്കിയുള്ളത്? 13 കുട്ടികളാണ് ഉണ്ടായിരുന്നത് അല്ലേ. അതിൽ നിന്നും 2 പേര് പുറത്തായാൽ 13, 12 ബാക്കി എത്രയാ? 11. ഇനി 2 കസേരകളും മാറ്റണം. ബാക്കി വന്ന കസേരകൾ എത്ര കസേരയാണ്? 11 കസേരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കസേരകൾ മാറ്റിയപ്പോൾ എത്രയായി? 11, 10. 2 കസേരകൾ മാറ്റി ബാക്കി 9 കസേരകൾ. പിന്നെ അടുത്ത തവണയും 2 പേര് പുറത്തായി. 2 കസേരകളും മാറ്റി. അപ്പോൾ 2 പേര് പുറത്തായപ്പോൾ 11 കുട്ടികളാണ് ബാക്കിയുള്ളത്. അതിൽ 9 കുട്ടികൾ ബാക്കിയായി. പിന്നെയോ എത്ര കസേരകൾ ബാക്കിയായി? 7 കസേരകളും ബാക്കിയായി. അടുത്ത തവണയും 2 പേര് പുറത്തായപ്പോഴോ 9ൽ നിന്നും 2 പോയാൽ 7 ആളുകളായി. 2 കസേരകൾ പോകുന്ന സമയത്ത് 7 എന്നുള്ളത് കസേരയുടെ എണ്ണം 5 മാറി അല്ലേ. ഈ കളി നിങ്ങൾ ക്ലാസ്സിൽ കളിക്കണേ. അടുത്ത മത്സരം വടംവലിയാണ്. വടംവലിയിൽ ഒരു ടീമിൽ 8 പേരാണ്. ഈ മത്സരത്തോടു കൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു ടീമിൽ എത്ര പേരാണുള്ളത്? 8 പേരാണുള്ളത്. അപ്പോൾ 2 ടീമിലും കൂടി എത്ര പേരാണ്? 8ഉം 8ഉം നമ്മൾ പഠിച്ചുല്ലേ. 8ഉം 8ഉം 8ൻ്റെ ഇരട്ടി 16 അപ്പ് 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 അല്ലേ. അപ്പ് 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 എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. എത്ര പേർ കൂടി ഉണ്ടെങ്കിൽ അവർക്കൊരു ടീമാകാം. അവ 8 പേര് വേണം. ഇവർ 5 പേരാണുള്ളത്. അപ്പോൾ എത്ര പേര് കൂടി കൂടണം അവർക്കൊരു ടീമാവാൻ? 6, 7, 8 3 ആൾ കൂടെ കൂടണം അല്ലേ. ഇനി അടുത്തത് മുത്തുകോർക്കൽ മത്സരം. 6 പേര് പങ്കെടുത്തു. ഓരോരുത്തരും കോർത്ത മുത്തുകൾ നോക്കൂ. ആരാണ് കൂടുതൽ മുത്തുകൾ കോർത്തത്? എണ്ണാതെ പറയൂ. അപ്പം നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർത്തത് എങ്ങനെയാണ് നോക്കുക? ഏറ്റവും ഉയരത്തിലുള്ള മുത്ത് ആരുടെയാണ് നോക്കലേ? ആരുടെയാണ്? ജാസിൻ്റേതാണ് അല്ലേ. ഓരോരുത്തരും കോർത്ത മുത്തുകൾ എത്രയാണ്? ഇനി നമുക്ക് എണ്ണി എഴുതണം. അപ്പോൾ ഞാനിവിടെ എണ്ണി എഴുതിയിട്ടുണ്ട്. മക്കൾ എണ്ണി നോക്കണം കേട്ടോ, എനിക്ക് തെറ്റിയിട്ടുണ്ടോയെന്ന്. നിത 18 എണ്ണാണ്, സച്ചു 13, ദിയ 15, ജാസ് 19, മിഴി 17, നിഹാൽ 14. ഇങ്ങനെയാണ് എനിക്ക് എണ്ണിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരാണ് ജയിച്ചത്? ജാസ് ആണ് അല്ലേ. കിട്ടിയ മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. അപ്പോൾ ഏറ്റവും വലുതേതാ മക്കളെ? 19 ആണല്ലേ. പിന്നെ 18, പിന്നെ 17, പിന്നെയോ 15 ഉണ്ട്, പിന്നെ 14, 13. ഓക്കെ അല്ലേ. ഇങ്ങനെ മക്കൾ എഴുതണേ. അടുത്തത് 10കളാക്കാം, കൂട്ടാം. അപ്പോൾ ട്രേയിലെ മുട്ടകൾ എണ്ണി നോക്കൂ, എഴുതൂ. ഒന്നാമത്തെ ട്രേയിൽ 7 മുട്ടകളാണ് ഉള്ളത്. രണ്ടാമത്തേതിലോ 6 മുട്ടകളും. അപ്പോൾ ഒന്നാമത്തെ ട്രേയിൽ 10 മുട്ടകളാക്കണം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ട്രേയിൽ നിന്ന് എത്ര മുട്ടകൾ എടുക്കണം? 7ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 10 ആകുന്നത്? 3 ആണല്ലേ. 7 കൂട്ടണം 3 ആണ് 10. അപ്പോൾ 3 എണ്ണം നമുക്ക് ഇപ്പുറത്തെ ട്രേയിലേക്ക് എടുക്കാം.
അതായത് 2 ട്രേയിലും കൂടെയുള്ള മുട്ടകളുടെ എണ്ണം 7ഉം 6ഉം ആണല്ലേ. അപ്പോൾ 7ഉം 6ഉം കൂട്ടുന്നത് നമുക്ക് 6നെ 3 കൂട്ടണം 3 എന്നാക്കാം. 3 അല്ലേ 10 ആവാൻ വേണ്ടത്. അപ്പം അങ്ങനെ ആക്കുന്ന സമയത്ത് 7 കൂട്ടണം 3 കൂട്ടണം 3, അതായത് 7ഉം 3ഉം 10, 10 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ 13. അങ്ങനെ 10ലേക്ക് ചേർത്തി ബാക്കിയുള്ളതിന് നമുക്ക് കൂട്ടി എഴുതാം. അപ്പോൾ 9 കൂട്ടണം 7 എത്രയാണ്? കളത്തിൽ മുട്ടകൾ വരച്ച് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ഒന്നാമത്തെ കളത്തിൽ 9 മുട്ടകൾ വരയ്ക്കണം. ഓരോ കളത്തിലും ഓരോ മുട്ട വെച്ച് 9 കളത്തിൽ നിങ്ങൾ മുട്ട വരയ്ക്കുക. രണ്ടാമത്തത് 7 കളത്തിൽ മുട്ട വരയ്ക്കാം. അപ്പോൾ 9ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 10 ആവുന്നത്? 1 കൂട്ടുമ്പോഴാണ് അല്ലേ. അപ്പോൾ 9ഉം 1ഉം 10. അപ്പോൾ താഴെയുള്ള ഫസ്റ്റ് കളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 10 കളത്തിലും മുട്ടകൾ വരയ്ക്കുക. 10 ആയല്ലോ. ബാക്കി എത്രയാണ് ഉണ്ടാവുക? 7ൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ 6 കളത്തിലാണ് മുട്ടകൾ വരയ്ക്കേണ്ടത്. ഞാനിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. അത്രയും കളത്തിൽ നിങ്ങൾ വരയ്ക്കാം. ഇനി താഴെ 9 കൂട്ടണം 7 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? അത് 10 ആക്കുന്ന സമയത്ത് 10 കൂട്ടണം 6 എത്രയാണ്? 16 ഞാൻ കളറ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടിട്ട് അത്രയും കളങ്ങളിലാണ് കേട്ടോ മുട്ട വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് കൂട്ടിയും കുറച്ചും നോക്കാം. 9ഉം 9ഉം കൂട്ടിയാൽ 18. നമ്മൾ പഠിച്ചു അല്ലേ. 11ൽ നിന്ന് 2 കുറച്ചാലോ? അപ്പോഴും 9 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കളങ്ങൾ പൂർത്തിയാക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇതിലുള്ള, നമ്പേഴ്സാണ് ഇതിലുള്ളത്. നോക്കിക്കേ, എങ്ങനെയായാലും ഉത്തരം നടുവിലുള്ള 9 കിട്ടണം. അപ്പോൾ 11ൽ നിന്ന് 2 കുറച്ചാൽ 9, 18ൽ നിന്ന് 9 കുറച്ചാലോ 9. ഇനി അടുത്ത കളത്തിൽ 5 തന്നിട്ടുണ്ട്. അപ്പോൾ 9ഉം 5ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 14. അടുത്തത് 8ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 9ൽ നിന്ന് 9നോട് 8 കൂട്ടിയാൽ എത്ര കിട്ടും? 17 കിട്ടും അല്ലേ. അതായത് 17ൽ നിന്ന് 8 കുറച്ചാൽ 9 ആണ്. അതുപോലെ 14ൽ നിന്ന് 5 കുറച്ചാൽ 9 ആണ്. നേരെ തിരിച്ച് ചെയ്യുമ്പോൾ 9 ആണ് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ 12 തന്നിട്ടുണ്ട്. അപ്പോൾ 12ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചിട്ടാണ് 9 കിട്ടുന്നത്. അപ്പോൾ ഏതായിരിക്കും? 12ൽ നിന്ന് 3 കുറച്ചാലാണ് 9 അല്ലേ. അടുത്തത് 6 തന്നിട്ടുണ്ട്. ഏതോ ഒരു സംഖ്യയിൽ നിന്നും 6 കുറയ്ക്കുന്ന സമയത്താണ് 9 കിട്ടുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 9ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 15 ആണ്. 15ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴല്ലേ 9. തിരിച്ചും ചെയ്യാം. അതുപോലെ 9ഉം 7ഉം കൂട്ടിയാൽ 16. പിന്നെ ഏതാണ്? 10 തന്നിട്ടുണ്ട്. ഉത്തരമായിട്ട് 10 തന്നിട്ടുണ്ട്. 10ൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറയ്ക്കുന്ന സമയത്താണ് 9 കിട്ടുന്നത്. ഏതായിരിക്കും? അതായത് ഉള്ളിലുള്ള ആ ഒരു നമ്പറും തൊട്ടടുത്ത കളത്തിലുള്ള ആ ഒരു നമ്പറും കൂട്ടുമ്പോഴാണ് പുറത്തുള്ള നമ്പർ കിട്ടുക. അപ്പോൾ പുറത്ത് 10 ആവുമ്പോൾ ഉള്ളിൽ 9. അപ്പോൾ 9നോട് ഏത് കൂട്ടുമ്പോഴാണ് 10 കിട്ടുക? 1 കൂട്ടുമ്പോഴാണ്. പിന്നെ 9നോട് ഏത് കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്? 10, 11, 12, 13 4 കൂട്ടുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ മക്കളൊന്ന് ഈ വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് സമ്മാനദാനം. മത്സരങ്ങളിൽ ജയിച്ചവർക്ക് കൊടുക്കാൻ ട്രോഫികൾ എത്തിച്ചിട്ടുണ്ട്. എത്ര ട്രോഫികളാണുള്ളത്? ഒന്നാമത്തെ ബോക്സിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ബോക്സിലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടിലും 10 എണ്ണം വീതമാണ് ട്രോഫികളുള്ളത്. അപ്പോൾ 10ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? സിമ്പിൾ അല്ലേ, 20 അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു പാഠം കഴിയാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷോർട്സ് എടുത്തിട്ട് അതിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി ഏത് പാഠത്തിൻ്റെതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് വീട്ടുകാരോട് നോക്കാൻ പറയാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തായാലും കമൻ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.